ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി വിളയിച്ചതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അതെല്ലാം പോയി കാണുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിൽ കിടന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാഷ്നട്ടോ ബദാമോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എന്ത് ചേർത്താലും ഇതിനകത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ നന്നായിട്ട് ഫ്രൈ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ സെയിം പാനിലോട്ട് തന്നെ ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതിയാകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അമൃതം പൊടി വിളയിച്ചത് കുറേ കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. കളറ് മാറിയിട്ടുമില്ല. അപ്പോൾ ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി നമ്മൾ ആ പാനിലോട്ട് അമൃതപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അമൃതപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അളവൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിനകത്തോട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ അമൃതപ്പൊടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അമൃതപ്പൊടിയുടെ നന്നായിട്ട് കളറ് മാറുന്നിടം വരെയൊന്നും വേണ്ട. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഞാനതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ചെറുതായിട്ടൊരു കളറ് മാറുന്നുണ്ട്, എന്നാൽ നന്നായിട്ട് കളറ് മാറിയിട്ടുമില്ല. ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. ആ സമയം വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു 7 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തേങ്ങ ഓൾറെഡി നമ്മൾ വറുത്തെടുത്തതാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ അമൃതം പൊടിയുടെ വേറെയും കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണുക. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഫോട്ടോസ് അതിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. ശർക്കര കുറച്ചൊന്ന് കുറുകിയ പരുവത്തിലാണ് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഒത്തിരി വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അമൃതം പൊടി വിളയിച്ചത് കറക്റ്റായിട്ടുള്ള പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയൊരു കുറുകിയ പരുവത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ കുറുകലായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരമൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമൊക്കെ കുറേ കട്ട പിടിക്കുന്ന പോലെ വന്നാൽ നമുക്കത് പതുക്കെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ശർക്കരയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ തയ്യാറാക്കാനും അധികം ബുദ്ധിമുട്ടില്ല. ഒത്തിരി ദിവസം കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലയും പൊട്ടുകടലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി വിളയിച്ചത് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ അമൃതം പൊടിയുടെ വേറെയും കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അതിൽ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കണ്ടിട്ട് അതൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.